ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 7-ാമത്തെ വാക്യം. അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിക്കുവിൻ എന്ന് നാം ഇവിടെ വായിക്കുന്നു. ഈ വാക്യത്തിൻ്റെ സാരാംശം ആഴത്തിൽ വേരൂന്നുക എന്നതാകും. കർത്താവിൻ്റെ ദാസൻ പൗലോസ് ഇടവിടാതെ പഠനം, മാളിക മുറിയിലുള്ള ക്രിസ്തുവിൻ്റെ സന്ദേശത്തിൻ്റെ വിശദീകരണമാണ് വേര് ഭൂമിയിലുള്ള ധാതുക്കളുടെയും ജലത്തെയും പൂക്കളിലും ഫലങ്ങളിലും എത്തിക്കുന്ന ഒരു ഉപകരണമാണല്ലോ. ഇതുപോലെ നാമും ക്രിസ്തുവിലുള്ള അനുഗ്രഹങ്ങളെ എടുത്ത് വിശ്വാസത്താൽ നമ്മുടെ സ്വഭാവത്തിലും മറ്റും ഉപയോഗിച്ച് ആത്മാവിൻ്റെ ഫലങ്ങൾ പ്രദർശിപ്പിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ കർത്താവിന് നമുക്ക് പ്രയോജനമാവുകയുള്ളൂ. നാം വളർത്തിയെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സ്വഭാവമാണ് നന്ദി പറയുക എന്നത്. ക്രിസ്തുവിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമുക്കുള്ളതാണ്. അത് മനസ്സിലാക്കി വേണം നാം നന്ദി പറയാൻ. ഇവ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ഇത് എല്ലാം നമുക്ക് തരുന്നതിന് ദൈവത്തിന് നന്ദി പറയുക. നമുക്കുള്ള അനുഗ്രഹങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് നന്ദി പറയാൻ സാധ്യമാണോ? സാധ്യമല്ല. അപ്പോൾ ഇവ നമുക്കുണ്ടെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ നമുക്ക് നന്ദി ഉള്ളവരായിരിക്കാൻ സാധ്യമല്ല. ഇവ നമുക്കുണ്ടെന്ന് അറിയുന്നില്ലെങ്കിൽ നാം അവയ്ക്കായി എങ്ങനെ നന്ദി പറയും? അപ്പം നന്ദി ഉള്ളവരാകേയില്ല. അപ്പോൾ ഇവയൊന്നും നാം ചെയ്തില്ലെങ്കിൽ നമുക്ക് യഥാർത്ഥ ഫലം പുറപ്പെടുവിക്കുവാൻ സാധ്യമല്ല. കേവലം അനുകരണം മാത്രം നടത്തും. അതായിരിക്കും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. പിന്നെ അത് നമ്മുടെ കഴിവുകളുടെ നിഗളത്തിൻ്റെ ഒരു പ്രദർശനമാകാൻ സാധ്യതയുണ്ട്. അത് വരാൻ പാടില്ല. ഞാൻ ഉണ്ടാക്കി, ഞാൻ ചെയ്തു, ഞാൻ പ്രവർത്തിച്ചു, ഞാനാണിതെല്ലാം, എൻ്റെ എല്ലാം എന്ന് വന്നാൽ പോയി, നമ്മുടെ എല്ലാ കാര്യങ്ങളും പോകും. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? അങ്ങനെയൊന്നും നമ്മുടെ ചിന്തയിൽ വരാതെ അതെല്ലാം ക്രിസ്തുവിൻ്റേതാണ് എന്ന് പറയാൻ നമ്മൾ ഒരുങ്ങണം. അപ്പോൾ ദൈവം നമുക്ക് തന്നതിൻ്റേതായ ഒരു ആകെത്തുകയാണ് ദൈവത്തിൻ്റെ ഈ വചന ധ്യാന ഭാഗമെന്ന് പറയുന്നത്. ഈ അനുഗ്രഹങ്ങൾ എല്ലാം ക്രിസ്തുവിൽ ഉണ്ടെന്ന് വിശ്വസിക്കുക. വിശ്വാസത്താൽ അവ സ്വന്തമാക്കുക. വേരുകൾ മണ്ണിൽ നിന്ന് ഭക്ഷണം ഉയർത്തി കൊണ്ടുവരുന്നു. കൊമ്പുകളെപ്പോലെ നാം ക്രിസ്തുവിൽ നിന്ന് വിഭവങ്ങൾ പ്രാപിച്ച് ഫലം പുറപ്പെടുവിക്കുന്നു. അങ്ങനെയുള്ള ഒരു ജീവിതമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം. അതിന് നന്ദി ദൈവമേ എന്ന് പറഞ്ഞ് നമുക്കെന്ത് ചെയ്യാം? ആരംഭിക്കാം. നാം നമ്മുടെ ആത്മീയ ആരോഗ്യത്തെ പരിശോധിക്കുമ്പോൾ ആദ്യമായി നമ്മുടെ അടിത്തറ പരിശോധിക്കണം. നാം ക്രിസ്തു എന്ന വിശേഷപ്പെട്ട മണ്ണിലാണ് വേരൂന്നിയിരിക്കുന്നതെങ്കിലും ഇത് എപ്പോഴും നമ്മുടെ ഫലപ്രാപ്തിക്ക് ഉറപ്പ് തരുന്നില്ല. നാം ചിന്തിക്കേണ്ട വേറെയും കാരണങ്ങളുണ്ട്. പല വിശ്വാസികളുടെയും ക്രിസ്തുവിന് പുറമേ മറ്റനേകം കാര്യങ്ങളിൽ വേരൂന്നിയവരും അതിനുവേണ്ടി സമർപ്പിച്ചവരുമാണ്. തിരുവെഴുത്തുകളിൽ ഉടനീളം നമ്മൾ കാണുന്ന ഒരു കാഴ്ച അല്ലെങ്കിൽ വായിക്കാൻ കഴിയുന്നത്, നാം നമ്മുടെ താല്പര്യങ്ങളെ ക്രിസ്തുവിൽ മാത്രം വയ്ക്കണമെന്നും ഈ ലോകത്തിലെ ഒന്നിലും നാം താല്പര്യമെടുക്കരുത് എന്നും നമുക്ക് മുന്നറിയിപ്പ് തരുന്നു. വേരിറങ്ങുക എന്നത് പലതിനെയും കാണിക്കുന്നു. നാം സ്നേഹിക്കുകയും ആരാധിക്കുകയും പണവും സമയവും ചെലവാക്കിക്കൊണ്ടിരിക്കുന്ന പലതിലും നമ്മുടെ വേരിറങ്ങിപ്പോകുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചിട്ട് അതെല്ലാം പിൻവലിച്ച് കൃപയിൽ നിൽക്കുന്നെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മെ സഹായിപ്പാൻ ശക്തൻ. അതിനായി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം, കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം. അവിടുത്തെ നാമത്തെ ഞങ്ങളിലൂടെ മഹത്വപ്പെടുത്തണേ. പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഏതോ നീ കേട്ടുത്തരമരുളണമേ. ആമേൻ.